ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ദൈവവചനത്തിന് മുമ്പാകെ വീണ്ടും ഒരിക്കൽ കൂടി നമുക്കെല്ലാവർക്കും വന്നിരിപ്പാൻ കർത്താവ് തന്ന വിലയേറിയ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കാം, ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉറന്നു വരുന്നതായ സ്തുതിയാണ് ക്രിസ്തീയ ജീവിതം. പക്ഷേ ആ സ്തുതിയിൽ പലപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ വരാം, കുറവുകൾ വരാം, മനസ്സ് ക്ഷീണിക്കുന്ന അവസ്ഥകൾ വരാം. 61 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, 2-ാം വാക്യമാണ്, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിന്നതായ ദാവീദ്, ദൈവം സ്വർഗത്തിലാണ്, മനുഷ്യൻ ഭൂമിയിലാണ്. എന്നാൽ യേശുവിനോടുള്ള സ്നേഹം ഉള്ളത്തിലങ്ങ് നിറഞ്ഞു വരുമ്പോൾ സ്വർഗം എങ്ങനെ താഴേക്ക് വരുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും, സ്വർഗം അങ്ങ് ദൂരദൂരിയല്ല, യേശു അങ്ങ് ദൂരദൂരിയല്ല, യേശു എൻ്റെ തൊട്ടരികിലുണ്ട് എന്ന്. 16-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയും, യേശു എൻ്റെ മുമ്പിലുണ്ട്, എൻ്റെ വശത്തുണ്ട്, എൻ്റെ പിറകിലുണ്ട്, എൻ്റെ കൂടെ എപ്പോഴും ദൈവമുണ്ട് എന്ന് അനുഭവിച്ചവനാണ് സങ്കീർത്തനക്കാരൻ. എന്നാൽ ഹൃദയം ക്ഷീണിക്കുകയും മടുക്കുകയും ചെയ്തപ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്കുള്ള ഇങ്ങനെയുള്ള വിരോധം നേരിട്ടവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. എബ്രായ ലേഖനകർത്താവ് എല്ലാ മനുഷ്യരോടുമുള്ളതായി വിശ്വാസികളോട് ദൂത് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. ഹൃദയം ക്ഷീണിക്കുന്ന അവസ്ഥകൾ വരും, മനുഷ്യനല്ലേ, ഈ ലോക ജീവിതമല്ലേ, ദുരിതങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും. നാം എന്നും പറയും, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് അനേകരുടെ ബന്ധനം അഴിക്കുന്നു, രോഗം മാറ്റുന്നു എന്നെല്ലാം പറയുമ്പോൾ ചിലരെ ഉള്ളിൽ ക്ഷീണിക്കുന്നു. കാരണം എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല? അങ്ങനെ ക്ഷീണിച്ച് മടുക്കുമ്പോൾ നിങ്ങൾ ഒരുവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. സംഗീതക്കാരൻ പറയുകയാണ്,
എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ഇത്രയും സമയം അടുത്തുണ്ടായിരുന്ന ദൈവം ഇപ്പോൾ എങ്ങനെ ദൂരെയായി പോയി? പ്രിയപ്പെട്ടവരെ, ഒരു മടുപ്പ്, ഒരു നിരാശ, ഒരു ചെറിയൊരു പാപത്തിൻ്റെ കണിക, പ്രിയരെ, കർത്താവ് ദുഃഖിക്കുന്നൊരു കാര്യം വന്നാൽ മാത്രം മതി, നാമും ദൈവം തമ്മിലുള്ളതായ അകലമങ്ങ് കൂടിക്കൂടി പോകും. പണ്ട് ആ കർത്താവ് പറഞ്ഞ സംഭവത്തിൽ ധനവാൻ നരകത്തിൽ യാതന അനുഭവിക്കുമ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടുപോകുമ്പോൾ നാം എന്തിനാണ് പൗരോഷൻ രീതിയിൽ ഇങ്ങനെ ഒരു വചന ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത്? ഒരിക്കൽ പോലും ഈ കൂട്ടായ്മയിൽ വരാത്തവർ എത്രയോ ആളുകളാണ് അനേക സ്ഥലങ്ങളിൽ, അനേകം രാജ്യങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. നാം തമ്മിൽ മുഖാമുഖം പരിചയമില്ലെങ്കിലും ക്രിസ്തുവിലൂടെ നാം പരിചിതരാണ്, നാം പരിചയപ്പെട്ടവരാണ്, ഇന്നും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാം തമ്മിൽ ഭൂമിയിൽ ഇനിയെന്നല്ല ഒരിക്കലും കണ്ടില്ലെങ്കിലും ഒരു കാര്യം നാം ഉറപ്പാക്കിയിരിക്കണം. കർത്താവേ, ഇന്ന് ഈ ദിവസം ഞാൻ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു എൻ്റെ അരികിലുണ്ടോ? 73-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായ ആസാഫ് പറഞ്ഞു, ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് എന്ന്. ഇറ്റ് ഈസ് ബെറ്റർ ഫോർ മീ ടു ലിവ് ആസ് ക്ലോസ് ടു ഗോഡ് ആസ് ഐ ക്യാൻ. എത്രത്തോളം ദൈവത്തോടടുത്തിരിക്കാൻ സാധിക്കുമോ, എത്രത്തോളം ദൈവത്തോടങ്ങ് ചേർന്നിരിക്കാൻ സാധിക്കുമോ, എത്രത്തോളം ദൈവത്തോടങ്ങ് ഒട്ടിയിരിക്കാൻ സാധിക്കുമോ, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഒരു പരമാനന്ദം നിസ്സാരമല്ല. അങ്ങ് മാനസാന്തരപ്പെടുന്ന കാലത്ത് നാം അനുഭവിച്ചതായൊരു സന്തോഷമുണ്ട്. എന്നാൽ പിന്നീട് അങ്ങ് മുന്നോട്ട് വരുമ്പോൾ, പാപത്തിൻ്റെ ഓളങ്ങൾ നമ്മെ തള്ളുമ്പോൾ നാം ആകെ വലഞ്ഞു പോകും. നാം നോക്കുമ്പോൾ പാപത്തിൻ്റെ മേൽ ജയം കിട്ടുന്നില്ല. അന്ന് നമ്മുടെ ചിന്ത, ഞാൻ പാപത്തിൻ്റെ മേൽ ജയിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് എന്നെ അങ്ങ് കർക്കശമായി ശിക്ഷിക്കാൻ നിൽക്കുന്ന ദൈവത്തെ പോലെ ഒരു ചെറിയ കാലയളവെങ്കിലും ഒരു വിശ്വാസിക്ക് അനുഭവപ്പെടും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ 3 വർഷക്കാലം അറേബ്യൻ മരുഭൂമിയിൽ എൻ്റെ ജഡത്തോട് പോരാടി. ആ പോരാട്ടമാണ് റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അനേകർക്കറിയാം, ഞാനൊരു ഹൈന്ദവ സമുദായത്തിൽ വന്നയാളാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ 22-ാമത്തെ വയസ്സിൽ എന്നെ കടന്നു പിടിച്ചു. ഞാൻ ഈ ഭൂമിയിൽ ഒരിക്കലും മദ്യത്തിൻ്റെ രുചി നോക്കിയിട്ടില്ല, പ്രകടമായ ശരീരത്തിന് വിരോധമായ പാപങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല. എങ്കിൽ തന്നെയും എന്തുമാത്രം തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ, എന്തുമാത്രം ദുശ്ശീലങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നുവോ, അന്ന് ഞാൻ അനുഭവിച്ചു ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനം. ദിവസം 4 സിനിമ വരെ കണ്ട കാലങ്ങളുണ്ട്, അതിന് തരാൻ കഴിയാത്ത സമാധാനം. ഞാൻ പച്ചനെ പറഞ്ഞാൽ കോതമംഗലം ബസ് സ്റ്റാൻഡുകളിലും ബസ്സുകളിലും ബസ് സ്റ്റോപ്പുകളിലുമെല്ലാം എന്തെല്ലാം കാട്ടിക്കൂട്ടിയ കാലങ്ങൾ. എന്നാൽ ഈ കറുത്ത ബൈബിളുമായി, ഈ കറുത്ത പുറംചട്ടയുള്ള ഈ തിരുവചനവുമായി യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ പോയിരുന്ന് മുഴങ്കാൽ മടക്കിയിരുന്ന് കഴിഞ്ഞ 33 കൊല്ലങ്ങളായി മുഴങ്കാൽ മടക്കിയിരുന്നാണ് ബൈബിൾ വായിക്കുന്നത്, മുട്ടിന്മേലിരുന്നാണ് ബൈബിൾ വായിക്കുന്നത്. എന്തൊരു ആസ്വാദ്യതയാണ്! ഓരോ വചനത്തിലൂടെയും കർത്താവിൻ്റെ സ്നേഹം ഉള്ളത്തിലേക്ക് അനുഭവിക്കുന്നതായ സ്വർഗീയമായ സമാധാനം. എന്നാൽ ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിക്കാത്തതായ ചിന്തകൾ വരുന്നു, ആഗ്രഹിക്കാത്തതായ നോട്ടങ്ങൾ വരുന്നു, ആഗ്രഹിക്കാത്തതായ സ്വപ്നങ്ങൾ വരുന്നു, ആഗ്രഹിക്കാത്തതായ പ്രവൃത്തികൾ വരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനാകെ മടുത്തുപോയ കാലത്ത് ഞാൻ ചിന്തിച്ചു, അയ്യോ, ഇതെന്തൊരു ബുദ്ധിമുട്ടാണ്. അന്ന് എനിക്ക് മനസ്സിലായില്ല. അന്ന് ഞാൻ മടുത്തപ്പോൾ, ഞാൻ ക്ഷീണിച്ചപ്പോൾ ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അനേകം കാര്യങ്ങൾ ചെയ്തു നോക്കി. അതിലൊന്നാണ് ഉപവാസം എടുത്ത് നോക്കിയത്. മാസങ്ങൾ ഞാൻ ഉപവാസമെടുത്തു, ഒരു നേരം മാത്രം ആഹാരം കഴിച്ചുകൊണ്ട്. എന്നാൽ ഒരു ദിവസം വിശ്വാസത്തിൻ്റെ കണ്ണെൻ്റെ ദൈവം തുറന്നു തന്നു. അന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ ഒരിക്കലും പാപത്തിന് മേൽ ജയിക്കുകയല്ല, ദൈവം എന്നെ ജയിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ ഏത് സാഹചര്യത്തിലും, കണ്ണുകൊണ്ട് തോൽക്കുന്ന സാഹചര്യത്തിലോ അല്ല നാവ് കൊണ്ട് തോൽക്കുന്ന സാഹചര്യത്തിലോ, ഏത് സാഹചര്യത്തിലും കർത്താവ് എന്നെ കൈക്ക് പിടിച്ച് എൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് എന്നെ ജയിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു അത്രയും സ്നേഹമാണെന്ന് നാം അറിയാതെ പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന്. അപ്പോൾ ദൈവം അടുത്തിരിക്കുന്ന അനുഭവമുണ്ട്. എങ്കിലും മനുഷ്യനല്ലേ, നാം പലപ്പോഴും മടുത്തു പോകും, ക്ഷീണിച്ചു പോകും. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എന്താണൊരു പരിഹാരം?
61 സങ്കീർത്തനം അവസാനത്തെ വാക്യം 8 വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും. എൻ്റെ നേർച്ചകൾ, എൻ്റെ സമർപ്പണങ്ങളെ നാൾതോറും ഞാൻ കഴിക്കും. സമർപ്പണം നാൾതോറും, സമർപ്പണം ദിനം പ്രതി, സമർപ്പണം ദിവസവും. അതാണ് അല്പസമയത്തേക്ക് ചിന്തിക്കുന്നത്, ദിവസം പ്രതിയുള്ളതായ സമർപ്പണം. ഞാൻ 2026 കടന്നപ്പോൾ ഒരു മാസം അങ്ങ് തീരാറായ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചു, അതായത് ഒരു വർഷത്തിലെ ഒരു മാസവും കൂടി ഞാൻ കടന്നു പോകുകയാണ്. ഒരു മാസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേയധികം ദിവസങ്ങൾ അങ്ങനെ ഒരു വേഗമായിട്ടെന്ന് പറയില്ലേ, ഒരു കൃത്യമായ ഒരു പിക്ചറില്ലാതെ ഞാൻ കടന്നു പോകും. എന്നാൽ ദിനം പ്രതിയുള്ള നമ്മുടെ ജീവിതം നാം ശോധന ചെയ്യുമ്പോഴാണ് നാം സങ്കടപ്പെട്ടു പോകുന്നത്. ഒരു എഴുതുന്നതായ നോട്ട്ബുക്ക്, അതിരുന്ന് കരയുകയാണ്, ഭാവനയാണ്. നല്ല മനോഹരമായ വെളുത്ത പേജുള്ളതായ ഒരു നോട്ട്ബുക്ക്. ആ നോട്ട്ബുക്കിൻ്റെ ഇടതുവശം നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിലെ ഒരു ദിവസം, അതിൻ്റെ വലതുവശം ഈ ലോകത്തിലെ അതേ ദിവസത്തേതായ ആത്മീയമായ കാര്യങ്ങൾ. ഇടതുവശത്ത് നോട്ട്ബുക്കിൽ ഉടമസ്ഥൻ എഴുതി, രാവിലെ ഞാൻ ഇത്ര മണിക്ക് എഴുന്നേറ്റു, ഞാൻ പല്ല് തേച്ചു, കുളിച്ചു, പ്രഭാത ഭക്ഷണം കഴിച്ചു, ഞാൻ റെഡിയായി ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി. 8 മണിക്കൂറോ 9 മണിക്കൂറോ ഞാൻ ജോലി ചെയ്തു. അതിനിടയ്ക്ക് ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലാണെങ്കിലും ഇടയ്ക്ക് ഞാൻ ചായയോ കാപ്പിയോ കുടിച്ചു, ഉച്ചത്തെ ആഹാരം കഴിച്ചു. വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഉച്ച സമയത്ത് ഞാൻ അല്പസമയം ഒന്ന് മയങ്ങി. വൈകുന്നേരമായി ഞാൻ വീട്ടിൽ വന്നു, അപ്പോഴും ചെറിയ ലഘുഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് വീട്ടിലെല്ലാവരും ചേർന്ന് കുടുംബ പ്രാർത്ഥനയൊന്നും നടത്തി. അല്ല, അത് കഴിഞ്ഞ് വീണ്ടും രാത്രി അത്താഴം കഴിക്കണമല്ലോ, അത്താഴവും കഴിച്ചു. പിന്നെ ഉറക്കത്തിന് സമയം കുറയ്ക്കാൻ പാടില്ലല്ലോ, ഞാൻ നല്ലതുപോലെ ഉറങ്ങുന്ന സമയത്ത് തന്നെ കിടന്ന് ഉറങ്ങി. അങ്ങനെ ഒരു ദിവസം തീർന്നു. അപ്പോൾ ജഡത്തിൻ്റെതായ ഈ ലോകത്തിൻ്റെതായ പേജ് അവിടെ നാം കൂട്ടി നോക്കി. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞു, എൻ്റെ ഓരോ ദിവസത്തെയും ജീവിതം ഞാൻ മാർക്കിട്ട് നോക്കിയെന്ന്. അപ്പോഴുണ്ട് എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് 0 മാർക്കാണ് കിട്ടിയത് എന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ലോക ജീവിതത്തിൻ്റെ മാർക്ക് 100-ൽ 98 ഉണ്ട്, ചിലക്ക് 100-ൽ 100 ഉണ്ട്, അല്ലെങ്കിൽ 90-ന് മുകളിലാണ് എല്ലാവർക്കും. എന്നാൽ ആത്മീയ ജീവിതത്തിൻ്റെ മറുവശത്തേക്ക് നോക്കി, ജനുവരി മാസം 1-ാം തീയതി തുടങ്ങിയപ്പോൾ രാവിലെ കൃത്യമായി എഴുന്നേറ്റു, കൃത്യമായി വേദപുസ്തകം വായിച്ചു, കൃത്യമായി പ്രാർത്ഥിച്ചു, വൈകുന്നേരവും വേദപുസ്തകം വായിച്ചു, പ്രാർത്ഥിച്ചു. ആദ്യത്തെ ഒരാഴ്ച വലിയ കുഴപ്പമില്ലായിരുന്നു, ഒരു വിധത്തിലൊക്കെ മാർക്കൊക്കെ കിട്ടി മുന്നോട്ട് പോയി. എന്നാൽ പിന്നെ ആയപ്പോൾ, പ്രിയരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളം കിടന്ന് പിടയുന്നുണ്ടോ? എൻ്റെ ഉള്ളം പിടയുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളം ഏങ്ങലടിക്കുന്നുണ്ടോ? എൻ്റെ ഉള്ളം ഏങ്ങലടിക്കുന്നുണ്ട്. വേറൊന്നും പ്രകടമായി ഒന്നും ചെയ്തു എന്നല്ല പറയുന്നത്. ഏതാനും ദിവസത്തേക്ക് മാത്രം നിലനിൽക്കുന്നതായ ചില ആത്മീയ ജീവിതങ്ങൾ 2025 എങ്ങനെയായിരുന്നോ, 2024 എങ്ങനെയായിരുന്നുവോ, 2023 എങ്ങനെയായിരുന്നുവോ, അതേ അവസ്ഥയിലേക്ക് വീണ്ടും പുറകോട്ട് പോയ അവസ്ഥ. 1 സ്റ്റെപ്പ് ഫോർവേഡ് ആൻഡ് 2 സ്റ്റെപ്പ് ബാക്ക്വേഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു, പിന്നെ 2 സ്റ്റെപ്പ് പുറകോട്ട് വെച്ചു. ആകത്തുക നോക്കുമ്പോൾ പുറകോട്ട് പോയി. മാസം അവസാനിക്കുമ്പോൾ, അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ, ആത്മീയമായ പേജുകളിൽ ഒന്നും എഴുതാനില്ലാത്തവരല്ലേ പലരും. നിങ്ങൾ തന്നെ ശോധന ചെയ്യൂ. ഇതേല്ലേ പ്രാർത്ഥനാ ജീവിതം മുടങ്ങിപ്പോയി, വേദവായന മുടങ്ങിപ്പോയി, കുടുംബ പ്രാർത്ഥന മുടങ്ങിപ്പോയി, തന്നെത്താൻ ഇരുന്ന് വേദപുസ്തകം വായിച്ച് ദൈവസഭയിൽ നിന്ന് തന്നെത്താൻ ശോധന ചെയ്യുന്നത് മുടങ്ങിപ്പോയി. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി 1 മണിക്കൂർ ചെലവഴിക്കുമെന്ന് തീരുമാനിച്ചു, അത് ഒരിക്കലും നടന്നിട്ടില്ല. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ജീവിതത്തിൻ്റെ ആകമാനമെല്ലാം നോക്കേണ്ടത്, സങ്കീർത്തനക്കാരൻ പറയുന്നു, നാൾതോറും ദിനം പ്രതി. അങ്ങനെ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധരായ വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകം മുതൽ നിങ്ങൾ നോക്കിക്കൊള്ളൂ. അബ്രഹാം മുതൽ പിന്നീടുള്ള വിശുദ്ധന്മാരെല്ലാം വളർന്നിട്ടുള്ളത് ദിനം പ്രതി അവർ യാഗം കഴിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഏതൊരു കാര്യം വന്നാലും ദൈവത്തിന് മുമ്പിൽ അർപ്പണം ചെയ്യും. എൻ്റെ കർത്താവിന് സ്തോത്രം. ഒരു ജീവിതത്തിൽ ഉയർച്ച വന്നാലും തോൽവി വന്നാലും
ദൈവത്തിന് മുമ്പിൽ ചെന്ന് വാക്ക് പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത കിട്ടണമോ? എന്നും ദിനം പ്രതി പാപത്തോട് യാത്ര പറഞ്ഞ് വന്നുപോയ പാപങ്ങളെ കണ്ടെത്തി, നമ്മുടെ ഈ പ്രകൃതത്തിൽ മറഞ്ഞു കിടക്കുന്നതായ പാപങ്ങൾ കണ്ടെത്തി അതിൻ്റെ അധിപതിയായ പിശാചിനോട് നാം യാത്ര പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യക്ഷത കിട്ടും. ഞാൻ ഒരിക്കൽ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം വായിച്ചു വരുമ്പോൾ അതിൻ്റെ 11-ാം വാക്യത്തിൽ ഒരു വാക്യം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇങ്ങനെയാണ്: അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ആരെ? യേശുവിനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. പിശാച് യേശുവിനെ വിട്ടുപോയി. ഒരിക്കലും പിശാചും ദൈവവും തമ്മിൽ ഒരിക്കലും ചേരില്ല. വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് ചേർച്ച? ക്രിസ്തുവിനും ബലിയാലും തമ്മിൽ എന്ത് പൊരുത്തം? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ഒന്നുകിൽ വിശ്വാസി അല്ലെങ്കിൽ അവിശ്വാസി, ഒന്നുകിൽ ഹൃദയത്തിൽ ദൈവം അല്ലെങ്കിൽ ദുഷ്ടപിശാച് അഥവാ ബലിയാൽ എന്ന് പറയുന്ന സാത്താന്യ അധിപതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നുകിൽ വെളിച്ചം അല്ലെങ്കിൽ ഇരുട്ട്. പിശാച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കർത്താവ് പറയുകയാണ്, മക്കളെ, ഞാനന്ന് ലോകത്തിൽ ആദ്യമായി നിങ്ങളെ രക്ഷിക്കാൻ വന്നപ്പോഴുണ്ടല്ലോ, പിശാച് എൻ്റെ അടുക്കൽ വന്നിട്ട് സർവ്വലോകവും കാണിച്ചു തന്നിട്ട് പറഞ്ഞു, നീ എന്നെ വീണ് ഒന്ന് നമസ്കരിച്ചാൽ ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം. ഞാൻ ഇന്നത്തെ ഇതിൽ പറയുകയാണെങ്കിൽ പള്ളിയിലെയോ YMCAയിലെയോ റോട്ടറി ക്ലബിലെയോ സമൂഹത്തിലെയോ നല്ല ഉന്നത സ്ഥാനങ്ങൾ നിനക്ക് തരാം. നിന്നെ ഞാൻ നല്ല സമ്പന്നനാക്കാം. നിനക്ക് പല അസോസിയേഷനുകളിൽ പ്രസിഡന്റോ സെക്രട്ടറിയോ പദങ്ങൾ തരാം. നിന്റെ മക്കളെയെല്ലാം ഞാൻ ഉയർത്തി ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ സന്തോഷിക്കുന്നത് വിദേശത്ത് പോകുന്നതല്ലേ, അങ്ങനെയൊക്കെ വിടാം. മനോഹരമായ വിവാഹ ജീവിതം, ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്നതായി വിവാഹ സൽക്കാരങ്ങളെല്ലാം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാം നിനക്ക് തരാം. നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. ലോകത്തിൻ്റെ മോഹപ്രതാപങ്ങൾ കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോകുന്നതായ ജഡിക മനുഷ്യനെ വശീകരിക്കാൻ എന്നും ഏത് കാലത്തും, എന്തിന്, സാക്ഷാൽ ദൈവപുത്രനെ പോലും വശീകരിക്കുവാൻ, യേശുവിനെ പ്രലോഭിപ്പിക്കാൻ വന്ന പിശാച് നിസ്സാര മനുഷ്യരായ നമ്മെ വെറുതെ വിടുമെന്നോ? പ്രിയപ്പെട്ടവരെ, അവിടെ തീരുമാനം പറയേണ്ടത്, കർത്താവേ, എനിക്ക് പിശാചിനോട് യാത്ര പറയാൻ കൃപ തരണമേ, ലോകമോഹത്തോട് യാത്ര പറയാൻ കൃപ തരണമേ, സാമ്പത്തികമായ പൈസയോടുള്ള ആസക്തിയോട് വിട പറയാൻ കൃപ തരണമേ, കർത്താവേ, ജഡികമായ കാമാസക്തിയോട് വിട പറയാൻ കൃപ തരണമേ. വെറുതെയാണ്, അത് കൃപ കിട്ടുന്ന കാര്യമല്ല, കൃപയാലല്ല നടക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നിങ്ങളുടെ വായിലൊരു നാവുണ്ടോ? നിങ്ങളുടെ ഉള്ളിലൊരു ഇച്ഛാശക്തിയുണ്ടോ? ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ളതായ മനസ്സിൻ്റെ ബലം നിങ്ങൾക്കുണ്ടോ? മനുഷ്യ, നല്ലതെന്ന് തിരിച്ചറിയുവാൻ ദൈവം നിനക്ക് കൃപ തന്നിരിക്കുന്നു. വ്യക്തമായി ദൈവം പറയുന്നുണ്ട്, മനുഷ്യ, നല്ലതെന്ന് നീ തിരഞ്ഞെടുക്കൂ. തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ഏദൻ തോട്ടം മുതൽ ദൈവ മനുഷ്യൻ നൽകിയിരുന്നു. അവൻ എന്നും തിന്മ തിരഞ്ഞെടുക്കാനായിരുന്നു അവന് ഉത്സാഹം. പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്തു പറഞ്ഞു? പിശാചിനോട് പറഞ്ഞു, പിശാചേ, നീ എന്നെ വിട്ടുപോ, സ്വർഗസ്ഥനായ ദൈവത്തെ മാത്രമേ. എങ്ങനെയാണെന്ന് വായിക്കുന്നത്? സാത്താനെ, എന്നെ വിട്ടുപോ. പ്രിയപ്പെട്ടവരെ, സാത്താനെ, പിശാചേ, എന്നെ വിട്ടുപോ, യേശുവിൻ്റെ നാമത്തിൽ എന്നെ വിട്ടുപോ, യേശുവിൻ രക്തം എന്നെ കാവൽ ചെയ്യണമേ. നാം എന്നും ശുശ്രൂഷ അവസാനിക്കുമ്പോൾ എന്തിനാണ് കരമുയർത്തിക്കൊണ്ട് പിശാചിനോട് ഞാൻ യാത്ര പറയുന്നു, പാപത്തോട് ഞാൻ യാത്ര പറയുന്നു എന്ന് പറയുന്നത് എന്തിനാണ് ഈ നാവെടുത്ത് പറയുന്നത്? റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നാം യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയണം. അതിനാണ് ഈ വായിലെ നാവ് തന്നിരിക്കുന്നത്. 1 യോഹന്നാൻ 1:9 പറയും, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ മിണ്ടാതെ ചുണ്ടനിക്കൊണ്ടിരിക്കുകയല്ല, ഏറ്റു പറയണം. ആ പിശാചാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയണം, മാറിപ്പോകാൻ പറയണം. ചിലപ്പോൾ നല്ല വെളിച്ച ദൂതൻ്റെ വേഷത്തിലായിരിക്കും. സാറിൻ്റെ പ്രസംഗം എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറയും ചിലർ പറയും, അയ്യോ, സഹോദരിയുടെ സാക്ഷ്യം അതിമനോഹരമായിരുന്നു എന്ന് പറയും. അതൊക്കെ നല്ല ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ വരുന്നത് പോലെ വെളിച്ച ദൂതൻ്റെ വേഷത്തിൽ വരുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നാം ഏത് പുരുഷനെയും പുരുഷന്മാർ ഏത് സ്ത്രീകളെയും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തമായ ചില അകലങ്ങളും തീരുമാനങ്ങളും പാലിച്ചേ പറ്റൂ.
കാരണം ഒരു മനുഷ്യന് വസ്ത്രം വെന്തു പോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? സാധിക്കില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, പിശാചേ, സാത്താനെ, എന്നെ വിട്ടുപോ. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വചനമെടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ, ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ ശരണപ്പെട്ടുകൊണ്ട് പിശാചിനോട് യാത്ര പറയുമ്പോൾ, പിശാചേ, എന്നെ വിട്ടുപോകുന്നു പറഞ്ഞാൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറഞ്ഞാൽ പിശാച് മാറിപ്പോയിരിക്കും. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. വായിക്കുന്നത് എന്താണ്? പിശാച് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ദൂതന്മാർ വന്ന് അവനെ നമസ്കരിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ സേവിക്കുന്നതായ സേവകാത്മാക്കൾ ഇറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദാവീദ് സ്വന്തം ജീവിത അനുഭവത്തിൽ പറയുകയാണ്, ദിനം പ്രതി നാൾതോറും നാം സമർപ്പണങ്ങളെ പുതുക്കണം. നമുക്ക് കർത്താവ് തന്നതായ നോട്ട്ബുക്ക്, അതിൽ ഈ ലോകപ്രകാരമുള്ള കർത്തവ്യങ്ങൾ ഉഴപ്പാനുള്ളതല്ല, ആത്മീയമായ ഉത്തരവാദിത്തങ്ങളും ഉഴപ്പാനുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ ഈ ദൈവത്തിന് വചനം കേൾക്കുമ്പോൾ ഫെബ്രുവരി മാസം 5-ാം തീയതി, ഇന്ന് വ്യാഴാഴ്ച, ഇന്നു മുതൽ തീരുമാനിക്കണം, കർത്താവേ, 5, 6, 7 എന്നുള്ളതായി ഓരോ തീയതി മറിക്കുമ്പോൾ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിൽ പോയിരുന്ന് ദൈവത്തെ സ്തുതിക്കാനിടയാകണം. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നോട്ട്ബുക്ക് എങ്ങനെ ഇരിക്കുന്നു? 79-ാം സങ്കീർത്തനം 1-ാം വാക്യം, ദൈവമേ, ജാതികൾ നിന്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു, അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും യെരുശലേമിനെ കൽക്കുന്നുകളാക്കുകയും ചെയ്തിരിക്കുന്നു. യെരുശലേം, എൻ്റെ ശരീരമാകുന്ന യെരുശലേം ദേവാലയം, അതിലേക്ക് ഇതാ ജാതികൾ. ഏതാണ് ജാതി? തിരുവചനപ്രകാരം ജാതി എന്ന് പറഞ്ഞാൽ ദുഷ്ട പൈശാചിക സേനകൾ കടന്നു വന്ന് എല്ലാം അശുദ്ധമാക്കി, ഞാൻ പയ്യെ പയ്യെ പണിത് ഉയർത്തിയതായ എൻ്റെ ആത്മീക ജീവിതത്തെ എല്ലാം ആ പിശാചുക്കൾ വന്ന് തട്ടി തകർത്ത് കൽക്കൂമ്പാരങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. എൻ്റെ പ്രിയരെ, സങ്കീർത്തനക്കാരൻ നിന്ന് വേദനയോടെ പറയുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ബുക്കിൻ്റെ പേജുകളെല്ലാം പിശാച് കുത്തി വരച്ചിട്ടിരിക്കുന്നുവല്ലോ. 78-ാം സങ്കീർത്തനം 40-41 വാക്യങ്ങൾ വായിക്കുമ്പോൾ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യൻ ദൈവത്തോട് ചെയ്യുന്ന 4 കാര്യങ്ങൾ പറയുകയാണ്. മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു. എത്ര പ്രാവശ്യം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മത്സരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവം തരുന്ന ആലോചനയോട് എതിർത്ത് നിൽക്കുന്നുണ്ട് മത്സരികൾ. 2, ശൂന്യപ്രദേശത്ത് എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു. ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. 1, മത്സരിച്ചു. 2, ദുഃഖിപ്പിച്ചു. 3, പരീക്ഷിച്ചു. 4, മുഷിപ്പിച്ചു. ഇതെല്ലാം വിവരിക്കാനുള്ള സമയം ഇപ്പോൾ ഇല്ല. എന്നാൽ നിങ്ങൾ ഈ 4 കാര്യങ്ങൾ വെച്ചുകൊണ്ട്, ഞാനും മാറി നിൽക്കുന്നില്ല, നമുക്ക് തന്നെത്താനെ ഇരുന്നൊന്ന് ശോധന ചെയ്യണം. എൻ്റെ ദൈവമേ, നമുക്ക് ആദ്യമൊന്നും മനസ്സിലാകില്ല. ഞാനൊരു മത്സരിയാണെന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തെ ദുഃഖിപ്പിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് ആദ്യം മനസ്സിലാകില്ല. ദൈവത്തെ മുഷിപ്പിച്ചു എന്ന് പറഞ്ഞാലും മനസ്സിലാകില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. യെശയ്യാ 63-ന്റെ 10-ാം വാക്യത്തിൽ, എന്നാൽ അവർ മത്സരിച്ചു, അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. ദുഃഖിപ്പിച്ചത് ആരെയാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് ദുഃഖിപ്പിച്ചത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അവസാന ഖണ്ഡികയിൽ പറയുന്നുണ്ട്. കാരണം അവനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. കാര്യപ്രസക്തമായ കാര്യത്തിലേക്ക് വന്നു. ഒരു വീണ്ടെടുപ്പ് നാളുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര മാറിപ്പോയാൽ അത് മാറാൻ നോക്കിയിരിക്കുകയാണ് ദുഷ്ടപ്പിശാച്. എന്തിന്? നിങ്ങളെ അറുത്ത് മുടിച്ച് നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയില്ലാതെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നിങ്ങളുടെ ചുറ്റും ഇങ്ങനെ വാഹന വ്യൂഹങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഒരു വാഹനാപകടത്തിലൂടെ നിങ്ങളെ മരണം വഴിയായി മാറ്റിയെടുത്താൽ അവന് പിശാചിന് കിട്ടിക്കഴിഞ്ഞു. എൻ്റെ പ്രിയരെ, ദൈവത്തെ ദുഃഖിപ്പിക്കുക എന്നുള്ളത്
എത്ര സങ്കടകരമാണ്. ദാവീദ് ഓർക്കുന്നുണ്ട്. ഒരു വർഷക്കാലം കൊട്ടാരത്തിൽ, അരമനയിൽ, സിംഹാസനത്തിൽ ഈ ദാവീദ് ഇരുന്നു. ബേർഷേബയിൽ കുഞ്ഞുണ്ടായി. കുഞ്ഞിൻ്റെ ബർത്ത്ഡേയൊക്കെ ആഘോഷിച്ചു. പക്ഷേ 2 ശമൂവേൽ 11 അധ്യായത്തിന് അവസാനത്തെ വാക്യം വായിക്കുമ്പോൾ നാം ഒരു വാക്യം വായിക്കുന്നുണ്ട്. ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. ദ ഗോഡ് വാസ് ഡിസ്പ്ലീസ്ഡ് ഓൺ ഡേവിഡ്. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കാത്ത ഒരു വിവാഹം, പ്രിയരെ, ദൈവം ആഗ്രഹിക്കാത്തതായ അനേകം പ്രവൃത്തികൾ, വ്യഭിചാരം, തൻ്റെ പടയാളിയെ മദ്യപിപ്പിച്ചു, തൻ്റെ പടയാളിയെ കൊല്ലിച്ചു. എൻ്റെ ദാവീദേ, നീ ഇസ്രായേലിൻ്റെ മധുരഗായകനായിരുന്നില്ലേ? ബേത്ലഹേം മലഞ്ചെരുവിലൂടെ ആടുകളെ നോക്കിക്കൊണ്ട് നടക്കുമ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നത് പാട്ട് പാടിയനല്ലേ? നീ ഇസ്രായേലിൻ്റെ മധുരഗായകനല്ലേ? എന്തേ നിനക്ക് ഇങ്ങനെ പറ്റിയത് എന്ന് ഞാൻ ഇന്ന് വചനത്തിലൂടെ നിങ്ങളോട് ചോദിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നിനക്ക് എന്ത് പറ്റി? എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നിനക്ക് എന്ത് പറ്റി? നിന്നെ നോക്കി സ്വർഗത്തിൽ ദൈവം ദുഃഖിക്കുകയാണല്ലോ. ഓരോ നിമിഷവും ഓരോ ദിവസവും കണ്ടെത്തിക്കൊള്ളണം. ഇന്ന് ഞാൻ വാക്കുകൾ നിർത്തട്ടെ. കർത്താവിൻ്റെ അനന്ത സ്നേഹം അന്ന് ദാവീദിൻ്റെ ിലേക്ക് നാഥാൻ പ്രവാചകനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ എന്ന്. പ്രിയരെ, ഇപ്പോൾ ഞാൻ നിങ്ങളെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഞാൻ എൻ്റെ നേരെയും വിരൽ ചൂണ്ടിക്കൊണ്ട് ഞാനും വിനയപ്പെടുകയാണ്. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, നമ്മുടെ തലകൾ നമുക്ക് വണക്കാം. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ, തേജോമയനായ ദൈവം, നിത്യനായ ദൈവം, കാലത്തിൻ്റെ സമയങ്ങളിലെല്ലാം നമ്മുടെ അരികിലേക്ക് പ്രവാചകന്മാരെ പറഞ്ഞയച്ച ദൈവം, വചനം തന്ന ദൈവം ഇന്നും നമ്മെ ഉണർത്തുകയാണ്, നമ്മോട് സംസാരിക്കുകയാണ്. മക്കളെ, നിങ്ങളുടെ ഹൃദയം ക്ഷീണിക്കല്ലേ, മടുത്തു പോകല്ലേ. നീ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്റെ പാപം കണ്ടെത്തി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തോടെ വിളിച്ചപേക്ഷിച്ചാൽ നിന്റെ അരികിലേക്ക് അവൻ കടന്നു വരും. ലംഘനങ്ങൾ ക്ഷമിച്ചു തരും, പാപങ്ങളെല്ലാം മറച്ചു തരും. കുഞ്ഞാടിന്റെ തിരുരക്തം വന്ന് വീണ്ടും നിന്റെ നെറ്റിമേൽ കുരിശടയാളം ചാർത്തിത്തരും. ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുന്ന നിങ്ങൾ ഈ ലോകത്ത് എവിടെ ഇരുന്നാലും നിങ്ങളുടെ അരികിൽ കുഞ്ഞാടിന്റെ തങ്കത്തിരക്തവുമായി യേശു വന്നിട്ടുണ്ട്. കർത്താവേ, നിത്യജീവന് വേണ്ടി എന്നെ ഒന്ന് മുദ്രയിടണമേ. എന്റെ സമർപ്പണം ഞാൻ ഇന്നും പുതുക്കുന്നു, ഇനി എന്നും പുതുക്കിക്കൊണ്ടിരിക്കും. നാൾതോറും എൻ്റെ സമർപ്പണം ഞാൻ പുതുക്കിക്കൊണ്ടിരിക്കും. പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. നാഥാ കർത്താവേ, അടിയങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം. വചനപ്രകാരം ജീവിക്കാൻ അടിയനെയും വചനം കേട്ട എല്ലാവരെയും, ഞങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി വീണ്ടും പൊന്നുപാദത്തിൽ സമർപ്പിക്കുന്നു. എൻ്റെ യേശുവേ, എന്നും യേശുവിൻ്റെ കൂടെ, യേശുവിനോട് അകന്ന് ഒരു നിമിഷം പോലും ജീവിക്കാതെ ഈ ലോകത്തിൽ ജീവിച്ചു തീർക്കുവാൻ, നിത്യതയിൽ കടന്നു വരുവാൻ ഞങ്ങളെല്ലാം സഹായിക്കണമേ. ഇന്ന് വചനത്തിനകത്തിരുന്നുകൊണ്ട് അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.